ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, സ്വസ്ഥതയും സൗകര്യവും സ്വൈര്യവും സന്തോഷവും സമാധാനവും എല്ലാം ആഗ്രഹിക്കാത്ത മനുഷ്യർ ലോകത്തില്ല. മിൻ സആദത്തിൽ മർഇൽ മുസ്ലിം, ഒരു വിശ്വാസിക്ക് ആനന്ദം നേടാൻ കഴിയുന്നത്, ഒരു വ്യക്തിക്ക് സമാധാനം നേടാൻ കഴിയുന്ന മാർഗങ്ങൾ അല്ലാഹുവിന്റെ 4 അനുഗ്രഹങ്ങളാണ്. ആ 4 അനുഗ്രഹങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ തീർച്ചയായും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഒന്നാമതായി ഏതാണ്? അന്നകൂന സൗജതുഹു മുവാഫിഖ, ഇണയുടെ തുണ, നമ്മുടെ ഭാര്യമാര് നമ്മുടെ മനസ്സിന് യോജിപ്പുള്ളവരാവലാണ്. ഭാര്യക്ക് ഭർത്താവ് അവര് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് പൊരുത്തം ഉള്ളവരാവലാണ്. അവർക്ക് മെന്റൽ അറ്റാച്ച്മെന്റ് വേണം, അഥവാ മാനസികമായ പൊരുത്തം വേണം. ഫിനാൻഷ്യൽ അറ്റാച്ച്മെന്റ് വേണം, അഥവാ സാമ്പത്തിക പൊരുത്തം വേണം. അതോടുകൂടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് വേണം, അഥവാ അവരുടെ ശാരീരിക പൊരുത്തം വേണം. അതുപോലെ ദീനിയായ അറ്റാച്ച്മെന്റ്, സ്പിരിച്വലി അറ്റാച്ച്മെന്റ് വേണം, അഥവാ ആത്മീയമായ പൊരുത്തം വേണം. ഈ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യ ഭർത്തൃ ജീവിതം സന്തോഷകരമാകൂ. അതുകൊണ്ട് നമ്മുടെ ഇണയുടെ തുണ സന്തോഷകരമായിരിക്കണം, എല്ലാ നിലക്കും റാഹത്താകണം. 50 കഴിഞ്ഞാൽ 2 കട്ടിലേക്ക് അടക്കാവൂ എന്നൊരു അലിഖിതമായ നിയമമുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ബാപ്പാന പ്രായമായ ബാപ്പാന അനുജന്റെ അടുത്ത്, ഉമ്മാന ജ്യേഷ്ഠന്റെ അടുത്ത് അങ്ങനെ കിടത്തിക്കൊണ്ട് വേർപിരിക്കാറുണ്ട്. ഒരിക്കലും അതും ഇസ്ലാം അനുവദിക്കുന്നില്ല. എപ്പോഴും വേണ്ടതെന്താണ്? സന്തോഷമാണ്. അത് ഏതുപോലെയാണ്? മൂപ്പത്തും തോറും എല്ലാ വിഷയങ്ങൾക്കും മൂപ്പ് വേണം, സ്നേഹത്തിനും വേണം. കല്യാണം കഴിഞ്ഞ ഉടനെ ബസ്സിൽ രണ്ടാളും ഒരു സീറ്റിലാണ്. കണ്ടക്ടർ പൈസ കൊണ്ട് വരുമ്പോ ഞങ്ങൾ രണ്ടാളും ശരീരം രണ്ടാണെങ്കിലും മനസ്സൊന്നാണ്, ഒരു ടിക്കറ്റ് പോരെ എന്നൊക്കെ ചോദിക്കും. രണ്ടാളും ഒരു സീറ്റിലാണ്. വെറുതെ കയ്യൊക്കെ ഇങ്ങനെ കൂത്തു പിടിച്ചും കമ്പിമ്മേ ഓക്കെ വേണ്ടെങ്കിലും ഇവൻ അങ്ങനെ പോവാ. കുറച്ച് കഴിഞ്ഞാൽ അജ്ജു മുമ്പ് കയറിക്കോ, ഞാൻ പിന്നെ കയറിക്കോളാം. ലേസോടും കഴിഞ്ഞ് ബസ്സിന് പോയിക്കോ, അടുത്ത ബസ്സിന് ഞാൻ വരാറ്. കുറച്ചുകൂടി കഴിഞ്ഞാ ബൈക്കുണ്ടെങ്കിൽ ഞാൻ ബൈക്കേ പോണില്ല. അങ്ങനെ അകന്നകന്ന് പോകല. അങ്ങനെയാവാൻ പാടില്ല. എപ്പോഴും ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് വഹി ലഭിക്കുമ്പോൾ ഹിറാ മലമടക്കുകളിൽ അവിടുന്ന് ഹിറാ ഗുഹയിലായിരുന്നു. പ്രധാനപ്പെട്ട 2 മലയാണ്. ഒന്ന് ഗാറ് സൗർ, ഒന്ന് ഗാറ് ഹിറാ. ഗാറ് സൗർ എന്നാൽ ഹിജറ പോകുന്ന സമയത്ത് നബി തങ്ങൾ കയറിയ മല. ആ ശത്രുക്കൾ നോക്കി എന്താ കാട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടകൊക്കെ വല കെട്ടിയ പ്രാക്കളൊക്കെ മുട്ടട്ട ആ മലയാണ് ഗാറ് സൗർ. ആ പേര് വരാൻ കാരണം എന്താ? സൗർ ബിൻ അബ്ദു മനാത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ സൗർ ബിൻ അബ്ദു മനാത്ത് എന്ന് പറയുന്ന ആള് അവിടെയുള്ള മുശ്രിക്കീങ്ങളൊക്കെ ആ എല്ലാ നിലക്കുമുള്ള WW വുമൺ വാർ വൈൻ അങ്ങനെ പോകുന്ന സമയത്തും അക്രമം പ്രവർത്തിക്കുമ്പോഴും അതൊന്നും പാടില്ല, പെൺകുട്ടികളെ ജീവനോടെ ഒഴിച്ചുമൂടാൻ പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് ഇയാള് നല്ലതേ പറയും. അങ്ങനെ ഈ പിത്തനക്കാരനാണ് എന്നെ കൊല്ലുന്ന, നാളെ രാവിലെ എന്നെ സൈസാക്കുന്ന പറഞ്ഞു മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഇയാൾ ഈ മല്ല മേലെ ഏമല്ലേ ആറ് സൗറ് മല്ല. അങ്ങനെ അവിടെ കഴിച്ചു കൂട്ടി അവിടുന്ന് മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടപ്പോഴാണ് എന്തായത്? ആറ് സൗറ് എന്ന പേര് വരാനുള്ള കാരണം. അങ്ങനെ ഓരോ നാടിനും ഇപ്പൊ ആ കുറ്റിയാട് എടുത്തുണ്ട് മൂരി കുത്തി എന്ന സ്ഥലം, ഒരു ബസ് സ്റ്റോപ്പ്. ആരേ ഒരാളെ മൂരി കുത്തി തള്ളിയിട്ടപ്പോ ആ സ്ഥലത്തിന്റെ പേരതാ. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ സംഗതിക്ക് എന്താവാറുണ്ട്, പേരുണ്ടാവാറുണ്ട്. അപ്പൊ ഗാറ് സൗറ് ഗാറ് ഹിറയിൽ വഹി വരുമ്പോ ഖദീജ ബീവിക്ക് അന്ന് 55 വയസ്സാണ്. നബി തങ്ങൾക്ക് 25 വയസ്സായപ്പോഴാണ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. നമുക്കൊരു ആൺകുട്ടി ഉണ്ട് നിൽക്കുക, 25 വയസ്സായ ആൺകുട്ടി ഉണ്ടെങ്കിൽ 40 വയസ്സായ പെൺകുട്ടിനെ തരും, 30 വയസ്സായ തരും.
20 വയസ്സായ തന്നെ കുറച്ച് മുമ്പൊക്കെ അത് പ്രശ്നമായിരുന്നു. പണ്ട് 15 കഴിഞ്ഞാൽ തന്നെ മൂത്തു എന്നാ പറയല്. പിന്നെ +2 +1 ഒക്കെ വന്നു. പിന്നെ കോടതി വിധി 18 ആയി. സ്വർഗത്തിലും അങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് 18 ആണുങ്ങൾക്ക് 30 ആണ് സ്വർഗത്തില്. അപ്പൊ സ്വർഗത്തെ വയസ്സാണ് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് പെണ്ണിന്റെ വയസ്സ് 18 ഉള്ളത്. അപ്പൊ ആ നിലക്കായിരിക്കാം. അത് സ്വർഗം കണ്ടിട്ടൊന്നുമല്ല, അത് വേറെ വിഷയം. അപ്പൊ എന്തോ ആവട്ടെ, അതിനെതിരെ ഏറ്റവും കൂടുതൽ മറ്റു സംഘടനകളാണ്, ഹൈന്ദവ സംഘടനകളൊക്കെയാണ് എതിര്. കാരണം അവർക്ക് പൊരുത്തം ഒരിക്കൽ യോജിച്ചാൽ പിന്നെ വ്യാഴവട്ടം 12 കൊല്ലം കഴിഞ്ഞിട്ടേ പൊരുത്താവുള്ളൂ. 18 കഴിഞ്ഞാൽ പിന്നെ 30 ആകുമ്പോഴേ ആ പൊരുത്തം ഒന്ന് യോജിക്കുള്ളൂ എന്നുള്ള നിലക്ക് അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, അതങ്ങനെ നടക്കട്ടെ, നമ്മൾ ഇങ്ങനെ നടക്കട്ടെ. കുറെ യുവാക്കൾക്ക് പെണ്ണിട്ടാണ്ട് അല്ലാഹു തആല അനുയോജ്യരായ ഇണകളെ അല്ലാഹു തആല അടുപ്പിച്ച് പെരുമാറാവട്ടെ. സംഭവം അങ്ങനെ. പണ്ട് നേരെ തിരിച്ചു, ഇപ്പൊ നേരെ തിരിച്ചാ. ഒരു കുട്ടി ഉണ്ടായാൽ മതി, അങ്ങനെ ഇനി കുട്ടി വേണമെന്നില്ല, പൈസ മതി എന്നോ പറയാനറിയില്ല, അങ്ങനെയൊക്കെ അയക്കണം. എന്തോ ആവട്ടെ. അപ്പോ നമ്മുടെ മനസ്സ് സന്തോഷാകണമെങ്കിൽ, റാഹത്താകണമെങ്കിൽ നമ്മുടെ ഇണ അവര് നമ്മുടെ മാനസിക പൊരുത്തത്തിനും സമാധാനത്തിനും അനുസരിച്ചാകണം. മാരീഡ് ലൈഫ് ട്രാജഡി ഓർ കോമഡി. വിവാഹ ജീവിതം പലപ്പോഴും നാടകവും ദുരന്തവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ച ആളുകളൊക്കെ അധികവും കുടുക്കത്തിലാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ലോകത്ത് നടക്കുമ്പോൾ അത് റാഹത്താണ്. എന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലൊരു ബറക്കത്ത്, തർക്കത്തിൽ ബറക്കത്തില്ല. ഒരു കാരണവശാലും വീട്ടിൽ തർക്കം കൂടരുത്. എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടെങ്കിൽ അതാണ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തതാവുക എന്നുള്ളതല്ലാതെ ആവശ്യമില്ലാതെ വെറുതെ തർക്കിക്കുക, അതൊട്ട് യാതൊരു കാര്യമല്ല. പിന്നെന്താ, ഹുവല്ലദീ അദ്ഹക വഅബ്ക. ഇവിടെ ദുഃഖിക്കാനുള്ള സാഹചര്യം, സന്തോഷിക്കാനുള്ള സാഹചര്യം ഒക്കെ ഒരുക്കിയത് അള്ളയാണ്. ഇവരെ അതിന്റെ ടൂള് മാത്രമാണ് എന്നുള്ള നിലക്ക് ആശ്വസിക്കുക, സമാധാനിക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സന്തോഷകരമായി. അതാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു തആല എന്തിനാണ് ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ ഇന്നാലിന്ന വ്യക്തിയുടെ മകളുമായി അവര് എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്, എന്തിനാണ് ആ വിവാഹബന്ധം? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അവരിലൂടെ ആശ്വാസവും ആനന്ദവും കിട്ടാനാണ്. അതോടുകൂടെ പരസ്പരം സ്നേഹത്തോടുകൂടെ റഹ്മത്തോടുകൂടെ മവദ്ദത്തോടുകൂടെ സഞ്ചരിക്കാനുമാണ്. ഇതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതെങ്കിൽ ആ രൂപത്തിൽ ജീവിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സൂറത്തുൻ നിസാ പാരായണം ചെയ്യണം. അത് വീട്ടിൽ മകള് പാരായണം ചെയ്താലും വേണ്ടില്ല, ഭാര്യ പാരായണം ചെയ്താലും വേണ്ടില്ല, മകൻ പാരായണം ചെയ്താലും വേണ്ടില്ല, അതുപോലെ ഭർത്താവ് പാരായണം ചെയ്താലും വേണ്ടില്ല. ഒരു സൂറത്തുൻ നിസാ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ പാരായണം ചെയ്യുന്നുണ്ടോ അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്കായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ. അതോടുകൂടെ ഈ ആയത്ത് ദിവസവും പാരായണം ചെയ്യുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ എന്ന സൂറത്തുർ റൂമിലെ ഈ ആയത്ത് ദിവസവും ഒരു 3 പ്രാവശ്യം പാരായണം ചെയ്യുന്നത് മാനസിക പൊരുത്തം ഉണ്ടാവാൻ നല്ലതാണ്. അതോടുകൂടെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വേണ്ടത് എന്താണ്? സാമ്പത്തിക പൊരുത്തം വേണം.
ചില ആളുകൾ എന്താണ് ഒന്നിച്ച് പിശുക്കിക്കൊണ്ടാണ്, ചില ആളുകളാണെങ്കിലോ ഒന്നിച്ച് ചെലവഴിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല പറഞ്ഞതോ, നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ കയ്യ് പരടിയിലേക്ക് വലാത്ത ജഅൽ യദക മഗ്ലൂല, നീ ഒരു പിശുക്കനാവരുത്. എന്നാൽ വലാത്ത ബസ്തുഹാ കുല്ലൽ ബസ്ത്, ഒന്നിച്ച് നിങ്ങൾ അത് ചെലവഴിക്കുകയും ചെയ്യരുത്. പിന്നെയോ വകാന ബൈന ദാലിക ഖിവാമ, ഒരു സിമിലിസം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, ആ വീട്ടിൽ വലിയ ബറക്കത്താണ്, വലിയ സന്തോഷമാണ്. അല്ലാഹുവെ മറന്ന് ജീവിക്കരുത്. വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിലോ വരുമാനം കുറഞ്ഞ പ്രശ്നമാവും. മിഞ്ഞാന്ന് ഒരാള് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ വന്നതാ. അപ്പൊ ഇവിടെ ജോളിയായിട്ട് ഭയങ്കര ജീവിച്ചിരുന്ന ആളുകൾക്ക് പിന്നെ പൈസ കുറഞ്ഞാല് പെണ്ണുങ്ങളെ സ്നേഹം കുറയുന്നതാണ്. ഇദാ ശബ്ബ റഅസുൽ മർഇ ഔ ഖല്ല മാലുഹു വലൈസ ലഹു മിൻ വുദ്ദിഹിന്ന നസീബു, താടിയും തലക്കെ നരച്ച് പ്രായമായി അഞ്ചിന്റെ കുഞ്ഞിക്കാലിനെ കജ്ജിരുമില്ലെങ്കിൽ ഓലെ സ്നേഹത്തിന് വലിയ മൂല്യം ഉണ്ടാവൂല എന്നാണ്. ചായ ചോദിച്ചാ ആടുണ്ട് എടുത്തു കുടിച്ചോളി എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അതതിന്റെ ഒരു സൈക്കോളജി. അങ്ങനെയാണ് ഫീമെയിൽ സൈക്കോളജി. അത് അങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ. അപ്പോ അങ്ങനെ പിന്നെ ഇടക്കിടക്ക് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വിഷയം ഉണ്ടായിട്ട് പൊരിഞ്ഞ കച്ചറ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞുള്ളതൊക്കെ അങ്ങോട്ട് തുറന്നാണ് പറഞ്ഞോട് കൂടെ ഓള് ആങ്ങളാരൊക്കെ വിളിച്ചപ്പോ ആങ്ങളാരൊക്കെ കൂടെ വന്നോട് കൂടെ അവരൊക്കെ പാടാൻ കണ്ടപ്പോ ആ നിങ്ങളെ ഡാഷിന്റെ മോളെ 3 തലാക്കും ഞാൻ ചെല്ലിക്കണു കോട്ടയിക്കോടി ഓല് കൊണ്ടോയി. പിന്നെ ആലോചിക്കുന്നു ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു. 3 പെൺകുട്ടികളാണുള്ളത്. കുട്ടികൾ കരയാ, ഓള് കരയാ, ഇയാള് കരയാ. എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു ഇടയിൽ ആള് നിൽക്കാതെ നിക്കാതെ കഴിക്കാൻ വല്ല വകുപ്പുണ്ടോ? അപ്പോഴാണ് വകുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മളെന്താ അഡ്വക്കേറ്റ് ആ വകുപ്പ് പറഞ്ഞു കൊടുക്കാൻ? ആരോരുമല്ലാത്ത 2 ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളെ കൊണ്ട് എല്ലാമായി തീരുമ്പോ ആ എല്ലാമായി തീരുന്നത് അതേ നാവ് കൊണ്ട് തന്നെ ആരോരുമല്ലാതെയായി മാറി. ഇനി നിയമാനുസൃതം ഈ ഇദ്ദ കഴിഞ്ഞ് നിയമാനുസൃതം മറ്റൊരാള് നിക്കാഹ് ചെയ്ത് അയാള് സുഡാൽഫിക്കേഷന് വിധേയപ്പെടുത്തി എന്നിട്ട് നിയമാനുസൃതം തലാഖ് ചൊല്ലി നിയമാനുസൃതം ഇദ്ദയും കഴിഞ്ഞതിന്റെ ശേഷേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനി രണ്ടാമത് കെട്ടിയ ആള് ഞാൻ തീർക്കണില്ല എന്ന് പറഞ്ഞാലോ നിങ്ങൾ കടല കച്ചവടത്തിന് പോലും ചെയ്തിട്ടുണ്ട്. സംഭവം അങ്ങനെയാണ്. കുറച്ച് കടന്ന അജാണ്. അല്ലാഹു തആല റഹീമല്ലേ? ആ റഹീമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് മാറ്റൊന്നുമില്ല. കജ്ജിരിപ്പ് ശരിയാണ്. സംഭവം അങ്ങനെ. അപ്പൊ അങ്ങനെ ചിലപ്പോ എന്തുണ്ടാവും അറിയോ, ഈ സാമ്പത്തിക മേഖലകളിൽ ഒന്നിച്ച് ഒരുപാട് ഇങ്ങനെ ധാരാളിത്തം കളിച്ച ആളുകൾക്ക് അത് കിട്ടാതെ ആകുമ്പോ ഓർക്ക് ആകെ ഓർഡർ തെറ്റും. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് എന്താണ്? അൽ ഖനാഅ, സിമിലിസം. ഓനെങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ ഞാൻ എങ്ങനെയാകണമെന്ന് ഞാൻ ചിന്തിക്കാം. ഓന് വണ്ടി ഉണ്ട് അപ്പൊ എനിക്കും വേണം, ഓന് 2 നിലയുടെ വീടുണ്ട് എനിക്കും വേണം, ഓൻ അതുണ്ട് ഇത് വേണം എന്നല്ല, ഉള്ളത് കൊണ്ട് ആ നിലക്കാണ് ജീവിക്കേണ്ടത്. ഏതായിരുന്നാലും നമ്മുടെ ഇണയുടെ തുണ മാനസിക പൊരുത്തമുള്ളവളായിരിക്കലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമതായി പറഞ്ഞതെന്താണ്?
അയ്യകൂന ഔലാദുഹു അബ്റാറാ, മക്കള് നന്നായി തീരലാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി മിഹനുസ് സമാനി കസീറത്തുൻ ലാ തൻഖദി വസുറൂറുഹു യഅതീക കൽ അഅയാദി. അല്ലാഹു നമ്മളിപ്പോ ശ്വസിക്കുന്നുണ്ടല്ലോ, മേപ്പെട്ട് വലിക്കുന്നു, കീപ്പിട്ട് വിടുന്നു. അതിനെപ്പറ്റി അറിയിച്ചിട്ടുള്ളത് ഒരാൾക്ക് 328 ലിറ്റർ ഓക്സിജൻ ഒരു ദിവസമാണ്. കായൊടുത്ത് വാങ്ങുകയാണെങ്കിൽ GST ഇല്ലാതെ 1 ലിറ്റർ ഓക്സിജന് 375 രൂപയാണ് വില കുറ്റി. ഓക്സിജന്റെ കുറ്റിയില്ലാതെ 1 കിലോ ഓക്സിജൻ ഫില്ല് ചെയ്യുമ്പോൾ അറിയാം 1 കിലോത്തിന് 375 രൂപ. അങ്ങനെ 375 രൂപ പ്രകാരമുള്ള 328 യൂണിറ്റ് ഓക്സിജൻ ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അഥവാ 1,23,000 രൂപയുടെ ഓക്സിജൻ അള്ളാഹു ഒരു കമ്മിറ്റിയിൽ ബില്ലടക്കലുണ്ടോ? നമുക്കത് വെറുതെ കിട്ടുകയാണ്. ഓസി കിട്ടിയ ഓയിൽമെന്റും തിന്നും പറഞ്ഞ ഒരാള്. അള്ളാന്റെ നിയമത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരാൾ മൂക്കും തൊള്ളിയും പൊത്തിക്കും. എത്ര നേരം പൊത്തിക്കും? 5 മിനിറ്റ്, 2 മിനിറ്റ്. നമ്മളൊക്കെ കിണറ്റിന്റെ അടിയിലൊക്കെ കുടിക്കേ കാലമൊക്കെ പോയാൽ ഞാനൊക്കെ മുങ്ങിയിരുന്നു. ഒരു 14 കോലൊക്കെ അടിക്ക് മുങ്ങലുണ്ട്. അപ്പൊ നമുക്കൊരു 2.5 മിനിറ്റ് ഒക്കെ മാക്സിമം കഴിയും. അതിനപ്പുറം കഴിയൂല. ഇപ്പൊ കഴിയൂല. കാരണം ഈ ഇളകണ വെള്ളത്തിലാണ് ഓക്സിജൻ സാന്നിധ്യം കൂടുതലുണ്ടാകുക. പണ്ടൊക്കെ കിണറ്റിക്ക് ആർക്കും ഇറങ്ങിയിരുന്നു, എത്ര ആയുള്ളൂ. ഇപ്പോഴാണ് കയറ്റൊക്കെ ഇറങ്ങിയിട്ട് മയങ്ങി മുങ്ങി മരിച്ചു. അല്ലെങ്കിൽ സംഗതി എന്താ, അത് ജിന്ന് മരുന്നടിച്ചതാന്ന് അറിയും ചില ആൾക്കാർ. അങ്ങനെ അല്ല, അത് വെള്ളം ഇളകാത്തത് കൊണ്ട് എന്താണ്, ഓക്സിജന്റെ സാന്നിധ്യം അവിടെ പോയി എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു 20 ബക്കറ്റ് രാവിലെയും 20 ബക്കറ്റും കോരിക്കണമെങ്കിൽ, പെണ്ണുങ്ങൾ കോരിക്കണമെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം പേശി വലിവും എല്ലാ സർക്കുലേഷനൊക്കെ കൃത്യമാവും. വെള്ളം ഇളകും, അപ്പോ ഉറവും ഉണ്ടാവും. ഇത് വെള്ളം ഇളകണില്ല. എന്നിട്ട് അയലോക്കക്കാരൻ കോയലടിച്ചപ്പോ ഇതിന്റെ വെള്ളം പൊയ്ക്കുകയാണെന്നും പറയും. സംഭവം അങ്ങനെയാണ്. എന്നപ്പോ കോയൽ കിണറൊക്കെ വരൽ തുടങ്ങിയ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ട്. അന്നത്തെ കിണർ ഇന്നും ഉണ്ട് അവിടെ. ബീറരീസും എല്ലാ കിണറും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ 1,23,000 രൂപക്കുള്ള ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. സ്വലാത്ത് ശുക്ർ പറഞ്ഞ നിസ്കാരമുണ്ട്. ഏതാറിയോ? ളുഹാ നിസ്കാരം. രാവിലെ X-85 എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ എക്സ് എന്നാണ് ളുഹറിന് പറയാം. ട്രാൻസിറ്റ് എന്ന് പറയും. സവാലിന് ട്രാൻസിറ്റ്. അത് X+90 ആകുമ്പോൾ മഗ്രിബി ആകും, -109 ആകുമ്പോൾ അല്ലെങ്കിൽ 108 ആകുമ്പോൾ സുബഹി ആകും. അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്കുണ്ട്. നമ്മൾ ഈ കലണ്ടറിലൊക്കെ അങ്ങനത്തെ കണക്കാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സയന്റിഫിക് കാൽക്കുലേറ്ററിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കണക്കൂട്ടി വെക്കുന്നതാണ്. എന്തോ ആവട്ടെ, 85 ഡിഗ്രി പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഇപ്പോ സുബഹി എത്രക്കാ? 4:58 അത് കഴിഞ്ഞാൽ 76 മിനിറ്റ് കണക്കൂട്ടാം. ഒരു 76 മിനിറ്റ് കണക്കൂട്ടുമ്പോ നമുക്ക് ഒരു ഏകദേശം 6:15 6:20 ഉള്ളില് സൂര്യദിച്ചു. ഇങ്ങോട്ട് ഒരു 20 മിനിറ്റ് കഴിയാം. അപ്പൊ 6:40 6:45 മുതൽ ഉച്ച വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ഒരു 2 റക്അത്ത് 3 മിനിറ്റ് കൊണ്ട് വസ്വാസ് ഇല്ലെങ്കിൽ, വസ്വാസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈം കൂടും.
ഒരു 5 മിനിറ്റ് എടുത്തോളി. ഈ 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി നമുക്ക് മേപ്പിട്ട് വിട്ടുള്ള ശ്വാസം കീപ്പിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയും. 1,23,000 രൂപയുടെ ഓക്സിജൻ അള്ളാഹ് തരുന്നുണ്ടല്ലോ, വേറെയും കുറെ നിയമത്ത് തരുന്നുണ്ടല്ലോ. ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് ദുഹ നിസ്കരിക്കട്ടെ എന്ന നിയ്യത്തോടു കൂടെ എത്ര ആള് നിസ്കരിക്കലുണ്ട്? ഞാൻ ആരും കയ്യൊന്നിക്കാൻ പറയുന്നില്ല. നാളെ മുതൽ നിസ്കരിക്കാത്തവരെ നിസ്കരിക്കുക. എത്ര തിരക്കാണ്! എന്നാ അള്ളാഹ് ഇങ്ങനെ തരും. അല്ലാഹു തആല ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇതേത് അധ്യാപകനും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയതാ അല്ലേ? അത് നിസ്കരിച്ചാലുള്ള ബെനിഫിറ്റ് എന്താ? 360 സാധുക്കൾക്ക് വേണ്ട ഒരു ദിവസത്തെ ആഹാരം സദഖ ചെയ്ത കൂലി. 360 ഊട്ടി പറഞ്ഞതല്ല, ഒറ്റ ചവിട്ടിന് വട്ടക്കുറനെ കൊന്നു പറഞ്ഞു. സത്യം പറയാറിനപ്പോ കുറനെ വട്ടക്കുറച്ചളായിരുന്നു, അങ്ങനെ പറഞ്ഞല്ലോ. 360 സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലമാണ് 2 റക്അത്ത് ദുഹക്ക് കിട്ടുന്നത്. ലാഭം നോക്കി. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ? ആ ദുഹ നിസ്കരിക്കണം എന്ന നിയ്യത്തോടെ വുളൂഓട് കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവന് ഉംറ ചെയ്ത പ്രതിഫലമാണ് ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി. കൂലി കിട്ടുന്ന കോലം നോക്കണം, കൂലി പോണ കോലം നോക്കണം. എന്തെന്നെ തിരക്കാണെങ്കിലും യാത്രയിലാവട്ടെ അല്ലാത്തവരാവട്ടെ ഹളറിലും സഫറിലും ദുഹ ഒഴിവാക്കരുത്. അത് നമ്മൾ പ്രതിജ്ഞ എടുത്താൽ അതിന്റെ ഒരു ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവും. ലാ ഡൗട്ട ഫീഹി. ഒരു നിലക്ക് യാത്രയിലാണെങ്കിൽ സുഖാണല്ലോ, വണ്ടി പോവുകയാണെങ്കിൽ. കോഴിക്കോട്ടേക്ക് ബസ് വരുമ്പോ ഇവിടെ നിന്ന് ഇറക്കണം, കക്കാട്ടങ്ങാടിയിൽ നിന്ന് ഇറക്കിങ്ങാണ്ട് ദുആക്കറ്റ് വരാൻ ബസ് കത്തിക്കൂല. നമ്മളെ കക്കാട്ട് ടിക്കറ്റ് കൊടുത്ത് അവിടെ ഇറങ്ങിക്കോളി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതായിക്കോളി. ഈ 5-6 മണിക്കൂറിന്റെ അടിയിലല്ലേ ഇപ്പൊ ഈ 3 മിനിറ്റ് അല്ലേ 2 റക്അത്തിൽ പറയുന്നത്? അതൊരു നിഅമത്താണ്. അപ്പൊ അല്ലാഹു തആല നമുക്ക് ഒരു ദിവസം 1,23,000 രൂപയുടെ ഓക്സിജൻ തരുന്നുണ്ട്. നമ്മളെ ഹൃദയം 11,000 ലിറ്റർ രക്തം സ്വീകരിക്കുകയും 11,000 ലിറ്റർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹൃദയത്തിന്റെ സ്വഭാവമാകണം എന്ന് പറഞ്ഞത് കാണാം ഗസാലി ഇമാം. എന്നുവെച്ചാൽ വാങ്ങിയത് അങ്ങനെ കൊടുക്കുക. ദുനിയാവുക്ക് വരുമ്പോ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പോകുമ്പോഴോ وفي قبلك في الطفل عند ولادتي دليل على حرص المركب في الحي وفي بسطها عند الممات إشارة ألا تنظروني قد خرجت بلا شيء. ദുനിയാവിലേക്ക് വരുമ്പോ കയ്യിങ്ങനെ മുറുകെ പിടിച്ചു വരുന്നത് ഇവിടെയുള്ളതെല്ലാം ഉടമയാക്കണം എന്ന ചിന്തയോടുകൂടെയാണെങ്കിൽ അൽ ഇസ്കന്ദർ അർ-റൂമി അൽ-ഥാനി ദുൽഖർനൈനി എന്ന് പറയുന്നവർ ലോകം മടക്കി ഭരിച്ച ഭരണാധികാരിയായ ആത്മീയതയുള്ള വ്യക്തിത്വമാണ്. ഒരു രാജ്യം കഴിഞ്ഞൊരു രാജ്യം, അവസാനം അവിടുന്ന് 51ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോ ഈ ഭൂമി ലോകത്ത് ഒരൊറ്റ രാജ്യവും ബഹുമാനപ്പെട്ടവരുടെ അധീനതയിലില്ലാത്തതില്ല. അതുപോലെ എല്ലാ സമ്പത്തും ഒരുപാട് സമ്പത്തുണ്ടായിട്ടും അവിടുന്ന് പറഞ്ഞതെന്താണ്? എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ എന്റെ 2 കൈയും പുറത്തിടണേ. ഈ ലോകം മുഴുവനും ഭരിക്കാനുള്ള അവസരം ഉണ്ടായ ഞാനും ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്റെ പേരിൽ 19 സെന്റ് ഭൂമി, അതിലെന്റെ പേരാണ്.
ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ. ആധാരത്തിൽ 6 നഗാണ്. 6 എന്ന് പറഞ്ഞാല് 100 സ്ക്വയർ മീറ്റർ ആണ് ഒരു 6. അഥവാ 2.47 ആണ് ഒരു സെന്റ് എന്ന് പറയുന്നത്. അഥവാ 435 പോയിന്റ് ചില്ലാനം പുതിയ അളവിൽ. പഴയകാല തോട്ടി അളവാണെങ്കിൽ റെഗുലർ സർവേ അനുസരിച്ച് 18x24 432 സ്ക്വയർ ഫീറ്റ് ആണ്. അതാണ് ആധാരം. ഇപ്പൊ അളക്കുമ്പോ കുറച്ച് അളവ് കുറയും. അത് ആരാന്റെ തൊട് വീരാ മാന്തി എന്ന് പറയരുത്. ചിലപ്പോ റോഡിനും ഇതിനൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. കാണാനല്ല, 1 ഏക്കർ അളന്ന് നോക്കിയാൽ 85 സെന്റ് കാണുള്ളൂ അല്ലേ? 1.25 ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പിന്നെ അളപ്പിച്ചും ചിലപ്പോ അളപ്പിച്ചാൽ കുറച്ച് കൂടും, ചിലപ്പോ അളപ്പിച്ചാൽ കുറയും. ഇനി അളക്കണ്ട. കാരണം മുതലിന്റെ വിഷയത്തിൽ അങ്ങനെ. ശരി, ഒരു സെന്റ് പറഞ്ഞാൽ 435 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു കബറിന് വേണ്ടത് എത്ര? 16 സ്ക്വയർ ഫീറ്റ്. വലിയ കബറിന് എനിക്കൊക്കെ 14 സ്ക്വയർ ഫീറ്റ് മതി. എന്റെ കബർ ഒരു കബറിന് ആകെ വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാ വേണ്ടത്. അത് 10 ഏക്കറുള്ള ആളാണ് എന്റെ വാപ്പ. വാപ്പാക്ക് ഒരു 12-10 കബർ വേണമെന്ന് ഏതെങ്കിലും മക്കൾ വാസി പിടിക്കലുണ്ടോ? റൂമിന്റെ ആള് പറയുമ്പോ നമ്മൾ അങ്ങനെ പറയുന്നു. ഒരു കബറിന് വേണ്ടത് ആകെ 16 സ്ക്വയർ ഫീറ്റ് ആണ്. അതേ ഉള്ളൂ. ഒരാള് മരിക്കുന്ന സമയത്ത് 5 മലക്കുകൾ വരിയായി വരും. ആദ്യത്തെ മലക്ക് റൂഹിനെ ഇവിടെ നിന്നിങ്ങനെ അസ്റായീൽ പിടിക്കുമ്പോ ആ മലക്ക് ചോദിക്കും, ഐന ജസദുക്കൽ ഖവി, നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നില്ലേ? ഐന ലിസാനുക്കൽ ഫസീഹ്, നീ വാചാലനായി സംസാരിച്ചവനായിരുന്നില്ലേ? മോനെ, നിന്റെ കുടുംബം എവിടെയാണ്? നിന്റെ സമ്പാദ്യം എവിടെയാണ്? മറ്റൊരു മലക്ക് ചോദിക്കും. അതേ കഫം പുടങ്ങനെ വിരിച്ച് മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം കിടത്താൻ സമയം ഒരു മലക്ക് ചോദിക്കും, മനുഷ്യ എവിടെയാണ് നിന്റെ സമ്പാദ്യം? നീ വലിയ സമ്പന്നനായിരുന്നില്ലേ? അപ്പോൾ സമ്പത്തിന്റെ പ്രതീകാത്മക രൂപം അപ്പുറത്ത് വരും. മനുഷ്യനോട് പറയും, മനുഷ്യ, ആ ചോദിച്ച സമ്പാദ്യം ഞാനാണ്. എനിക്ക് വേണ്ടിയാണ് നീ പലരെയും പിണക്കിയത്. എനിക്ക് വേണ്ടിയാണ് പലരോടും കലഹിച്ചത്. എനിക്ക് വേണ്ടിയാണ് അയൽക്കാരനുള്ള വഴി തടഞ്ഞത്. എനിക്ക് വേണ്ടിയാണ് ബന്ധനങ്ങളാക്കിയത്. ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെയില്ല. ഖബറിൽ ബാങ്കിന്റെ പാസ്ബുക്ക് വെക്കൂല, RBIയുടെ ഗോൾഡ് ബോണ്ട് ഉണ്ടാവൂല, ആധാരത്തിന്റെ കെട്ട് വെക്കാറില്ല, ഒന്നും കൊണ്ടുപോവാറില്ല. നമ്രൂദ് എന്ന് പറയുന്ന വ്യക്തിയെ കുഴിമാടത്തിലാക്കിയപ്പോ ഏകദേശം 3 ലക്ഷം ദീനാർ സ്വർണം ഒപ്പം വെച്ചിരുന്നു. ആ നിലക്ക് നമ്മളാരും വെക്കാറില്ല. വെച്ചതുകൊണ്ട് കാര്യവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ അല്ലാഹു തആല നമുക്ക് സമ്പത്ത് നൽകിയത് അതിവിടെ ഉപകരിക്കാനാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരം കിട്ടാനാണ്. സമ്പത്ത് 2 രൂപത്തിലാണ്. ചില സമ്പാദ്യം പട്ടിയുടെ പാല് പോലെയാണ്, ചില സമ്പാദ്യം പശുവിന്റെ പാല് പോലെയാണ്.
ഇമാം ഗസാലി തങ്ങളാ പറയുന്നത്, പട്ടിയുടെ പാല് പട്ടിയുടെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കൂ. ഇതുപോലെ ചില ആളുകളുടെ സമ്പാദ്യം അവരുടെ മക്കൾക്കും അവർക്കും മാത്രമേ ഉപകരിക്കാറുള്ളൂ. അയൽക്കാരന്റെ വീട്ടിലേക്ക് ഒരു വാഹനം കൊണ്ടുപോവാൻ ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെങ്കിലും വഴിയൊന്ന് വിശാലമാക്കി കൊടുക്കാൻ ഒരിക്കലും സമ്മതിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ പല നിലക്കും പിശുക്ക് കാണിക്കുന്നവരുണ്ട്. സഹോദരാ, ഒന്നും കൊണ്ടുപോകൂല, പോയവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. സമ്പത്ത് പറയും, ദുന്യാവിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, എങ്കിൽ നിനക്ക് ഖബറിൽ അതിന്റെ ഫലം അനുഭവിക്കാം എന്ന്. ആ നിലക്ക് ഒരുപാട് നിഅമത്ത് റബ്ബ് നൽകി സഹോദരാ. എന്നാൽ അതിലെ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? വഅജല്ലുകുന്ന നജാബത്തുൽ ഔലാദി. അതേ, മക്കള് നന്നായി തീരലാണ്, മക്കള് ഗുണമുള്ളവരാവലാണ്. അങ്ങനെ മക്കൾ നന്നാവണോ? അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് പഠിപ്പിക്കണേ, അവർക്ക് പറഞ്ഞു കൊടുക്കണേ. മുത്തുനബിയെ കുറിച്ച് പറയണേ, മൗലൂദുഹു ബി മക്കത്തിൽ ആമിന വഫാതുഹു ബി ത്വയ്ബത്തിൽ മദീന. നബി തങ്ങളെ കുറിച്ച് അങ്ങനെ ചെറുപ്പത്തിലേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നബി തങ്ങളുടെ സ്വഭാവം പറഞ്ഞു കൊടുക്കുക, അല്ലമീൻ എന്ന് വിളിച്ച ചരിത്രം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഫലം തുംസി ബിനാ നിഅമത്തുൽ ലഹറത് വലാ ബതനത ഇല്ലാ ബിഹാ ഹല്ലം ഫീ ദീനിൻ ഔ ഉഖറാ വമൻ ദഫഅ അന്നാ മക്റൂഹൻ ഇല്ലാ വറസൂലുള്ളാഹി സബബു ഹാദിഹി നിഅമ അൽ ഹാദി ഇലാ റുഷ്ദിഹാ അൽ ഖായിദി ഇലാ ഖൈരിഹാ. ഇമാം ശാഫിഈ തങ്ങൾ പറയാ അവിടുത്തെ റിസാല, ഏത് നിഅമത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ റസൂലിലൂടെയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു, നബി തങ്ങളുടെ ചെറുപ്പകാലം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓരോരോ ചരിത്രങ്ങൾ അവിടുത്തെ മഹബ്ബത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികൾ പിന്നെ ഇങ്ങനെ നന്നായി. നായയുള്ള മനസ്സിൽ നായയുള്ള വീട്ടിൽ മലക്ക് പ്രവേശിക്കുകയില്ല എന്നൊരു ഹദീസുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. ആ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞു കാണാം, മനസ്സിൽ തിരുഹബീബിന്റെ മഹബ്ബത്തില്ലെങ്കിൽ അവിടെ ഈമാനിന്റെ കുറവുണ്ടാവും. അവൻ നബിത്തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഭക്ഷണം കൊടുക്കും, സലാത്തില്ല, ഈത്തപ്പഴം കൊടുക്കും, മോനെ സ്വലാത്തില്ലിക്ക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഈത്തപ്പഴം കഴിക്കുമ്പോൾ സ്വലാത്ത് സുന്നത്ത്. സൗന്ദര്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വലാത്ത് സുന്നത്ത്. അരിഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് സുന്നത്ത്. നല്ലതാ, ചെറിയ സലാത്തൊക്കെ ചെല്ല. രാവിലെ ഉണ്ടാവൂലേ ചില പെരിയിൽ എന്നും പുട്ടേക്കാറും ഇങ്ങോട്ട് പിരാകല. അത് പാലക്കാട് ആ ഭാഗത്തേക്കാണ് പോകുമ്പോ ഇഡ്ഡലി ആയിരിക്കും. ഇപ്പൊ പിന്നെ അപ്പം പത്തിരിയും ചപ്പാത്തിയൊക്കെ ചപ്പാത്തി കമ്പനിയിൽ ഉണ്ടാവുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അൽ ഹുറാഖു ബറക്കാന്ന വീട്ടില് പാകം ചെയ്ത് വിരുന്നേരെ സൽക്കരിക്കണം. അപ്പോഴാണ് 1000 മലക്കുകൾ ഒപ്പിരിക്കുക. പാർസൽ കൊടുന്നാല് സക്കരിച്ച കൂലിയൊക്കെ കിട്ടും, പക്ഷേ ഒരു ബർക്കത്തിന്റെ കുറവുണ്ട്.
എന്തിനും ഒരാളാണെങ്കിലും മന്തി കൊണ്ടുവരാൻ പറയും അല്ലേ? സംഭവങ്ങൾ അങ്ങനെ എളുപ്പം പോയാൽ കിട്ടും. ചപ്പാത്തി കമ്പനിന് പത്തിരിയും കിട്ടും, ചപ്പാത്തിയും കിട്ടും. പേരെ ചപ്പാത്തി കമ്പനി എന്നുള്ളൂ. പത്തിരി ഉണ്ടാവും, പൊറാട്ട ഉണ്ടാവും, റസ്കും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കറി ഇവിടെ വെക്കും ചിലവര് അതും വെക്കൂല, അത് അപ്പുറത്തുനിന്നും പാർസലാ. അങ്ങനെ ആകെ മൊത്തത്തിൽ പാർസലാ. അങ്ങനെയാണ് കോഴിക്കറി കൊടുത്ത് നോക്കുമ്പോ തല അടക്കണ്ട്, കൗത്ത് മുറിച്ചിട്ടില്ല. അങ്ങനെ വരാറുണ്ട്. ആകെ എന്തെല്ലാം അത്തന്നൂറ് വറക്ക, വിറക് കത്തിക്കുന്ന അടുപ്പ് വറക്കത്താ. വിറകത്തിക്കുന്ന അടുപ്പ് വറക്കത്താണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം എന്താ പറഞ്ഞാല് കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് ഇപ്പൊ ആഗസ്റ്റ് 14 12 ഇക്കുറി വന്നത് 15-ാം തീയതിന്റെ ഉള്ളിലാണ് വരുന്നത്. അതിന് മുമ്പ് വന്നത് ജൂൺ മാസത്തിൽ നോക്കുമ്പോ 8615 രൂപ കറണ്ട് ബില്ല്. ഒരു പിടുത്തമല്ല എന്താണ്, കാരണം AC ഇടലില്ല, സംഗതികളില്ല, ഒന്നുമില്ല. എന്താ സംഭവം? പിന്നെ നോക്കുമ്പോ എന്താ പറഞ്ഞാല് ഇതിന്റെ ആളെ കൊണ്ട് നോക്കുമ്പോ ഈ കറണ്ടിന്റെ അടുപ്പ് എന്തോ കേടന്ന് അയിമേന് ചായ ഉണ്ടാക്കണം, അത് ഇട്ടോട് കൂടെ അവിടെ ഡുഡുന്ന് പറഞ്ഞ അപ്പുറത്ത് മീറ്ററിന്റെ അവിടെ കറങ്ങുക. അപ്പൊ അതൊന്ന് ഒഴിവാക്കി നോക്കിന്ന് പറഞ്ഞു. ഇപ്പൊ ഒഴിവാക്കി നോക്കുമ്പോ 1000 ചില്ലാൻ ഉറുപ്പിക കറണ്ട് ബില്ല് വന്നത്. വർക്കത്തിന്റെ പോലെ നോക്കി ഒക്കെ അടുപ്പിക്കണ് മാറിയോട് കൂടെ കുറെ ലാഭം. അങ്ങനെ പല നിരക്കുള്ള ലാഭങ്ങളുണ്ടാവും. അല്ലേലും ആവശ്യമില്ലാത്ത എത്ര ചെലവാ. നാളുണ്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോ ഒരു തക്കാളി ഉണ്ട്, ഒരു വലിയ ഉള്ളി മുറിച്ചതും ഉണ്ട്. അതിന് നേരം വെളുക്കോളം എന്താകണം, ഫ്രിഡ്ജ് ഓണാ. കിലോത്തിന് 5 കിലോത്തിന് 100 രൂപ ബോർഡുണ്ട് അന്ന് വയലുകഴിഞ്ഞ് പോണ സമയത്ത്. ഏടെ വലിയ ഉള്ളിക്ക്. അപ്പൊ ഒരു ഉള്ളിക്ക് ആകെ വരിക 25 പൈസ. എന്നിട്ട് അതിന്റെ പകുതി ആകുമ്പോ 12.5 പൈസന്റെ ഉള്ളി. തക്കാളി ആണെങ്കിലോ 6 കിലോത്തിന് 100 രൂപ. നമ്മളെ നാട്ടിലത്തെ പീടിന്ന് വാങ്ങുമ്പോഴാണ് കിലോത്തിന് 36 രൂപ. ആയിക്കോട്ടെ, നമ്മൾ നാട്ടിലത്തെ ആൾക്കാർ തന്നെ വാങ്ങണം. അതിനിപ്പോ അതിന് ലാഭം നോക്കണ്ട. ചിലക്കാർ മുടിയൊക്കെ സ്വന്തം കൊടുക്കും, ബാർബർമാർക്ക് കായ് കൊടുക്കണ്ട. എന്തായാലും 50 രൂപ ആഴ്ചയിൽ കൊടുത്താൽ പോലെ അതിനിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ എന്തെങ്കിലും ലാഭം നോക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു തക്കാളിക്കും അരമുറി ഉള്ളിക്കും വേണ്ടിയിട്ട് കണക്കൂട്ടി വെക്കുമ്പോ 32 രൂപ 50 പൈസന്റെ കറണ്ട് വാങ്ങും. പിന്നെ എങ്ങനെ നമ്മളെ വീട്ടിൽ വർക്കത്തുണ്ടാകുക? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഓവറാക്കരുത് എന്നാ. വെറുതെ എല്ലാ ലൈറ്റും ഇട്ടേക്കുക, കുനുകുനേന ലൈറ്റ്. ഇപ്പൊ ചില ആൾക്കാർ കുടിരിക്കലിന്റെ അന്നൊക്കെ ഉണ്ടായിരുന്നു, പെരമ നിറച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മുഴുവട്ടെക്കും. 3 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ഒക്കെ ഓഫാക്കുക. ഇത് വേണ്ടിയതില്ലല്ലോ, അത് അധികമായി. കാരണം എന്താണ്, ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്. പിന്നെ അരി സാമാനം വാങ്ങിയ കായിട്ടില്ലല്ലോ എന്നിട്ട് ഒരാൾ വിളിച്ചു, മറ്റേ ടൈല് കടിയത്തെ ആൾ വിളിച്ചു, ആ ടൈൽ ഇട്ടിട്ടില്ല, അതിന്റെ പൈസ ഇട്ടിട്ടില്ല. അപ്പൊ കാണാം മറ്റാൾ വിളിച്ചു, അതിന് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, ഞാനത് വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും പുളി ഇങ്ങനെ വരും. ഒരു ബർക്കത്ത് വീട്ടിൽ വേണം, എല്ലാ വിഷയത്തിലും നിയന്ത്രണം വേണം എന്നുള്ളതാണ് സാന്ദർഭികമായി. അപ്പൊ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് പഠിപ്പിച്ചവരാണ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ കാര്യങ്ങൾ ഹബീബിനോടുള്ള മഹബത്തിന്റെ വിഷയത്തിൽ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതോടുകൂടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആനും പഠിപ്പിക്കണം. അങ്ങനെ മക്കൾ സ്വാലിഹീങ്ങളായി തീരാൻ മുത്ത് ഹബീബിനോടുള്ള മഹബത്ത് ആവശ്യമാണ്. ആ നബി തങ്ങളില്ലെങ്കിൽ നമ്മളില്ല. ലൗലാഹു ലമാ തഅയ്യനത്തിൽ ആയാൻ വലാ തകവനത്തിൽ അക്വാൻ. മുത്ത് ഹബീബില്ലെങ്കിൽ ലോകമില്ല. അതുകൊണ്ട് മക്കൾക്കത് പഠിപ്പിക്കുമ്പോ മക്കള് നന്നായി തീരലാണ്. ഇന്നത്തെ കുട്ടികളെ നിയന്ത്രിക്കൽ ആവശ്യമാണ് എല്ലാ മേഖലകളിലും.
ഗവൺമെന്റിന്റെ നിയമപ്രകാരം പ്രായപൂർത്തിയെത്തിയാത്ത കുട്ടികൾക്ക് ഒരിക്കലും പബ്ലിക് റോട്ടിലൂടെ, ഹൈവേയിലൂടെ, അതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ ഞാൻ തുറന്നു പറയുന്നു, തീരെ അവർക്ക് വാഹനം കൊടുക്കാതിരിക്കുക. കഴിഞ്ഞ ആഴ്ച പൂക്കോട്ടും പാടത്ത് ആക്സിഡന്റായി മരിച്ചു. അല്ലാഹു ആ കുട്ടിക്ക് ഷഹാദത്തിന്റെ പവർ കൊടുക്കട്ടെ. രണ്ടാളും മരിച്ചു. ഈ 16 വയസ്സായ കുട്ടി, ആ കുട്ടി ഓടിച്ച വണ്ടി അപകടകരമായ രൂപത്തിൽ ഓടിച്ചു, റോങ്ങിൽ കയറി, മറ്റേ കുട്ടി അറിയാതെ പോക്കറ്റ് കൂടെ കയറി ഇടിച്ചു. ആ കുട്ടി മരിച്ചു, ഈ കുട്ടി മരിച്ചു. ഈ കുട്ടിന്റെ പിന്നിലുള്ള 12 വയസ്സുകാരനായ അനുജൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ. ബാപ്പ ഒമാനെന്ന് വന്നു. ശരി, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ആധാർ കാർഡ് കൊടുത്ത് ഒക്കെ ക്ലിയർ ആയി. ഇൻഷൂർ കമ്പനി 3-ാമത്തെ ദിവസം വന്ന് CCTV പരിശോധിച്ചു, എല്ലാം ഉണ്ടാക്കി. അപ്പൊ പറയുന്നു കേൾക്കുന്നു, 3 കോടി രൂപയാണ് ഇൻഷൂർ കമ്പനി ഈ മരിച്ച കുട്ടിയുടെ 16 ഓടിച്ച കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ രക്ഷിതാവിൽ നിന്ന് ഈടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അഥവാ ആ 16 വയസ്സുകാരൻ ഇടിച്ച അപ്പുറത്തുള്ള ആ കുട്ടി ഒരു ജോലിക്ക് കയറി, അവർ ഗവൺമെന്റ് ജോബായി കാൽക്കുലേറ്റ് ചെയ്ത്, അതിന്റെ കാലയളവ് കാൽക്കുലേറ്റ് ചെയ്ത്, ആ റിട്ടയർമെന്റ് ആവുമ്പോ എത്ര അതിന്റെ ആ സെക്യൂരിറ്റി ഒക്കെ കിട്ടി, അങ്ങനെ മൊത്തത്തിൽ കണക്കൂട്ടിയിട്ട് അയാളുടെ ജീവിതകാലം എത്ര വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പൈസയാണ് വിടുക്കിടുക. മക്കളോട് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ ലൈസൻസ് എടുക്കാൻ എളുപ്പം പറയാം. ഇങ്ങിട്ടാണെങ്കിലോ എന്തേലും തട്ടിയാല് ഏറി എന്ന മരിച്ചോളൂ, ആയിക്കോട്ടെ, മരിക്കണീൽ തൊട്ടുള്ള കാക്കട്ടെ. നമ്മളെല്ലാം ശ്രദ്ധിക്കണം, നല്ല ആലോചിക്കേണ്ട കേസാന്നാ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും പഠിക്കാറില്ല. എന്നാൽ 14 വയസ്സായ പെൺകുട്ടിയാണ് ഒരു അധ്യാപകൻ അടിച്ച് തള്ളിയിട്ട് മരിച്ചു. ഇപ്പോ അയാളെ പേരിൽ എന്താ വന്നത്? അയാൾക്കുള്ള ഭൂമിയും കെട്ടിടങ്ങളും സംഗതിയൊക്കെ മറ്റാൾക്ക് വേണ്ടി അറ്റാച്ച് ചെയ്ത് അങ്ങനെ. അപ്പൊ നമ്മളെ മക്കളെ കാര്യം നല്ല സൂക്ഷിക്കണം എന്നാ പറഞ്ഞു. മൂന്നാമത് അല്ലാഹു നൽകിയ ഒരാൾക്കുള്ള വിജയം അവരുടെ കൂട്ടുകാരും ബന്ധങ്ങളും അവര് ബന്ധപ്പെടുന്ന ആളുകളും അവര് സ്വാലിഹീങ്ങൾ ആവലാണ്, അവർ നല്ലവരാവരാണ്, അഥവാ നല്ല കൂട്ടുകാരാവണം. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മയ്യുഖാലിൽ. ഏതൊരു വ്യക്തിയും അവരുടെ കുടുംബത്തോട് കൂട്ടുകാരോട് കൂടെയാണ്. അൽമർഉ മഅ മൻ അഹബ്ബ. ഏതൊരു മനുഷ്യരും അവർ ഇഷ്ടപ്പെട്ടവരോട് കൂടെയാണ്. നല്ലവരോടാണോ നമ്മുടെ ബന്ധങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അടുക്കൽ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. സ്വാലിഹീങ്ങളോടുള്ള സമ്പർക്കം, ആ സമ്പർക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വാലിഹീങ്ങളോടുള്ള ബന്ധം ഉണ്ടാവുക, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുക, അവരുള്ള മജ്ലിസുകളിൽ സംഗമിക്കുക. വസ്ബിർ നഫ്സക അലാ, അതേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാ
ഗദാതി വൽ അശി യുരീദൂന വജ്ഹ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന റബ്ബിനോട് ദുആ ചെയ്യുന്ന ആളുകളോട് കൂടെ നിന്റെ നഫ്സിനെ നീ നിയന്ത്രിച്ചു നിർത്തിക്കോ. ഒരുപക്ഷേ നോർമലി മൈൻഡിൽ അങ്ങനെ നിനക്ക് തോന്നിക്കൊള്ളണം എന്നില്ല. സ്വാലിഹീങ്ങളോടുള്ള ബന്ധം അത് വല്ലാത്ത ബന്ധമാണ്. ആ ബന്ധമാണ് പ്രിയപ്പെട്ടവര് ജീവിതത്തിലെ വലിയ ആനന്ദം. ആരാണ് ഏറ്റവും ഭാഗ്യവാൻ എന്ന് ചോദിക്കപ്പെട്ടപ്പോ അവിടുന്ന് പറഞ്ഞതെന്താണ്? രണ്ട് കാര്യം ഒരുമിച്ച് കൂട്ടിയവരാണ്. ഒന്ന്, കണ്ണടച്ചാൽ തന്നെ പരിഗണിക്കുന്ന സ്വാലിഹീങ്ങൾ. അതേ ഓ സഹോദരന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാനുള്ളവരാണ്. 2024 2025 2030 ഉള്ള ഏതോ ഒരു കലണ്ടറിലെ ഏതോ ഒരു തീയതി എന്റെ തീയതിയാണ്, നിങ്ങളുടെ തീയതിയാണ്. എപ്പോഴാണ് യാത്ര എന്നറിയില്ല, ഏത് സമയമാണ് യാത്ര എന്നറിയില്ല, എങ്ങനെയാണ് യാത്ര പോവുക എന്നറിയില്ല. അതേ, ഞാൻ പറഞ്ഞില്ലേ കരീം മുസ്ലിയാർ എന്ന് പറയുന്ന ആ പണ്ഡിതന് മദ്രസയിലേക്ക് വലീവ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. മുസ്തഫ മുസ്ലിയാർ ഇന്നലെ വിട പറഞ്ഞവരാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എത്രയോ ആളുകൾ വിട പറയുന്നു. ഒരു പള്ളിക്കാട്ടിലും നമ്മൾ പ്രായമായവർക്ക് മാത്രം എന്നെഴുതി കണ്ടിട്ടില്ല. ഒരു ഖബർസ്ഥാനിലും നമ്മൾ രോഗികൾക്ക് മാത്രം എന്നെഴുതി വെച്ചത് കാണുന്നില്ല. അതേ, മരണത്തിന് രോഗം വേണമെന്നില്ല, മരണത്തിന് ആളെ നോക്കാറില്ല. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങനെ ചിന്തിക്കാറില്ല. എപ്പോൾ ആരെ എവിടെ നിന്ന് പിടിക്കണം എന്ന് പറഞ്ഞാലും ഓ സഹോദരാ, അസ്രായീൽ അലൈഹിസ്സലാം നമ്മളെ പിടിക്കുക തന്നെ ചെയ്യൂ. അതുകൊണ്ട് ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹ്. ഈ സെക്കൻഡിൽ എന്റെ റൂഹിനെ റബ്ബ് പിടിക്കുമ്പോൾ എന്റെ റിക്കാർഡൊക്കെ ക്ലിയർ ആണ് എന്ന് ഈ സെക്കൻഡിൽ ഉറപ്പിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒരാളോടും പിണങ്ങിയ മനസ്സ് നമുക്ക് വേണ്ട, ഒരാളെയും ഗീബത്ത് പറഞ്ഞ നാവ് നമുക്ക് വേണ്ട. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവസാനം അവിടുത്തെ ശിഷ്യന്റെ അടുക്കലേക്ക് വന്നപ്പോ ആദർശ വിരോധികളായ ആളുകൾ ശിഷ്യനോട് പറഞ്ഞു, നിന്റെ ഗുരുവര്യരുടെ അടുക്കൽ നീ 28 കൊല്ലം ദർസ് പഠിച്ചിട്ടുണ്ടത് ശരിയാണ്, എന്നാൽ നിന്റെ ഗുരുവര്യർ ഞങ്ങളുടെ ആശയങ്ങൾക്കെതിരാണ്. ആ ഗുരുവര്യരെ അവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്നെയും നിന്റെ വീടിനെയും ചുട്ടുകരിക്കും എന്ന് പറഞ്ഞു. ആ ഗുരുവര്യരോട് വിവരം വന്നു പറഞ്ഞു. 7 ദിവസം നടന്ന് ഒരൽപ്പം വെള്ളവും കുറച്ചു ഉപ്പ് കലക്കിയ വെള്ളം മാത്രം കഴിച്ച് കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ വന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ആ ഇമാമുന ബുഖാരി തങ്ങള് ബഹുമാനപ്പെട്ടവര് അറ്റുനൂറ്റി ശിഷ്യന്റെ വീട്ടിലേക്ക് വന്ന അവസ്ഥ ഇതാണ്. ഭക്ഷണം കൊടുത്ത് ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ ഇവിടുന്നൊന്ന് ഇറങ്ങണം, വിഷയം ഇങ്ങനെയാ. കണ്ണീരൊഴുക്കിക്കൊണ്ടാ പറയുന്നത്. ഉടനെ ബുഖാരി ഇമാം അവിടുന്ന് ഇറങ്ങി. അവിടെ മുറ്റത്ത് നിർത്തിയിരുന്ന ഒട്ടകത്തിൽ കയറിയപ്പോ കയറാൻ കഴിയുന്നില്ല, കാല് കുഴഞ്ഞ ഒരു അവസ്ഥയിലാണ്. അവിടുന്ന് ഉമ്മറപ്പടിയിൽ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ളയ്യഖ്ത് അലയ്യൽ അർള് ബിമാ റഹബത്. റബ്ബേ, ഭൂമി വിശാലമാണ്, ഇപ്പോൾ കുടുസായിരിക്കുകയാണ്, ഞാൻ വരികയാണെന്ന് പറഞ്ഞ് അവിടുന്ന് വഫാത്തായി. അവിടുന്ന് അഭിമാനത്തോടെ കലിമ ചൊല്ലുന്നതിന്റെ മുമ്പ് പറഞ്ഞത്, മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം.
ഹറാമാണ് ഗീബത്ത് എന്ന് 4-ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടത് മുതൽ ഒരാളെ ഗീബത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നൂനന്തലിൽ ഇഅ്റാബ ഔ തൻവീനാ മിമ്മാ തുളീഫു ഹദിഫ് കതുരീസിനാ. അസൂയയും അഹങ്കാരവും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് വിനയത്തോട് കൂടെ ജീവിച്ചാൽ എന്നും തുരിസീന പർവ്വതം പോലെ പ്രസക്തമാവും കേട്ടോ. അതുകൊണ്ട് ഔലിയാക്കൾ പറഞ്ഞതുപോലെ ഭയപ്പാടോ മുഷിപ്പോ ഇല്ലാതിരിക്കണോ. റബ്ബിന്റെ അടുക്കൽ റിഫഅത്തിനുള്ളത് പ്രവർത്തിക്കുന്നതോടൊപ്പം സമൂഹത്തിന് വേണ്ടിയുള്ളതും പ്രവർത്തിക്കുമ്പോഴാണ് അല്ലാഹു ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണം അല്ലാഹ് എന്ന് മാത്രം നടത്തി എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയും മൂന്നിലും മുറക്കിലും മഹാന്മാരായ അടക്കമുള്ള മഹാന്മാരുടെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.